എല്ലാ ജനങ്ങളും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഈ കോൺഗ്രസിന് എന്ത് പറ്റി? ദേശീയ തലത്തിൽ ബി ജെ പിക്കെതിരെ ഇന്ത്യ മുന്നണി സജ്ജീകരിച്ച് മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് കേരളത്തിൽ മാത്രം ബി ജെ പിയെ വളർത്താനാണ് ശ്രമിക്കുന്നത്. അവരുടെ അക്കൗണ്ട് തുറക്കാൻ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതെ, പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദി ജനുവരി 2-ാം തീയതി തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനത്ത് വനിതാ സംഗമത്തിൽ ഉദ്ഘാടകനായി വരികയാണ്. സ്ത്രീ ശാക്തീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി എന്ന രീതിയിലാണ് ബി ജെ പി അവതരിപ്പിക്കുന്നത്. അവിടെ 2 ലക്ഷത്തിലധികം വനിതാ അംഗങ്ങളുമായി അദ്ദേഹം സമ്പർക്കം, അതായത് അദ്ദേഹം വലിയ തോതിൽ ആശയവിനിമയം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നടത്തുന്നു. ഇത് കൃത്യമായിട്ടുള്ള ഒരു സൂചനയാണ് ബി ജെ പിയുടെ തൃശ്ശൂർ മണ്ഡലം കൺവെൻഷൻ തന്നെയാണ് എന്നുള്ളത്. അല്ലാതെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടിയായിട്ട് ഇതിനെ ചിത്രീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നത് സുരേഷ് ഗോപിയെ തന്നെയായിരിക്കും എന്ന് ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് ഇത്തവണ അയഞ്ഞു കൊടുക്കുകയും തൃശ്ശൂർ മണ്ഡലം ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം ഒരുക്കാനാണ് കെ സുധാകരനും ആളുകളും ശ്രമിക്കുന്നതെന്ന് പൊതുവായി ഒരു സംസാരമുണ്ട്. ടി എൻ പ്രതാപൻ ഇക്കുറി തൃശ്ശൂരിൽ മത്സരിക്കുന്നില്ല എന്നുള്ളതും, അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് തൃശ്ശൂർ മണ്ഡലം അത് നഷ്ടപ്പെട്ടാലും ഒന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് മാറി ചിന്തിക്കുന്നതും, സുരേഷ് ഗോപി ഈയിടെ കോൺഗ്രസിന്റെ പ്രതിപക്ഷത്ത് നിന്നുള്ള സമരത്തെ പ്രകീർത്തിച്ചതും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു: തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും കോൺഗ്രസും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം തന്നെയാണ് വരുന്നത്. കോൺഗ്രസ്സുകാരെന്താ മനുഷ്യരല്ലേ എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി മാധ്യമങ്ങളോട് തട്ടിക്കയറുന്ന. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് സുരേഷ് ഗോപിക്ക് ഇത്തവണ കോൺഗ്രസ് വോട്ട് മറിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും കൽപ്പിക്കപ്പെടുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് ഇക്കുറി ജയിച്ചേ മതിയാവൂ എന്നുള്ള രീതിയിലാണ്. തൃശ്ശൂർ എനിക്ക് തരണം എന്ന് പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സുരേഷ് ഗോപിക്ക് ഇനി ആകെയുള്ള എതിരാളി CPI സ്ഥാനാർത്ഥി മാത്രമായിരിക്കും. പരമ്പരാഗതമായി CPIക്ക് കൊടുക്കുന്ന സീറ്റാണല്ലോ. തൃശ്ശൂരിൽ CN ജയദേവൻ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അന്ന് 32,000-ലധികം വോട്ടുകൾക്കാണ് PC ചാക്കോയെ മലത്തിയടിച്ചത്. ഇക്കുറി CN ജയദേവൻ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും തൃശ്ശൂരിൽ ഒരു വാശിയേറിയ പോരാട്ടം നടക്കും. പക്ഷെ അതിനകത്ത് കോൺഗ്രസ് ഒരു വലിയ ചതിയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് മാത്രം. കോൺഗ്രസ് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, അവസരവാദികളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസിന് ഇതും ഇതിനപ്പുറവും ചെയ്യാൻ കഴിയുമെന്ന് കാലം തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും അത് തന്നെയായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ഇടതുപക്ഷത്തിലെ കൃത്യമായിട്ടുള്ള ഒരു തുടർചലനം ഉണ്ടായാൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ കോൺഗ്രസ് കയ്യകഞ്ഞ് സഹായിച്ചാൽ ഇടതുപക്ഷം കുറച്ചുകൂടി ജാഗരൂകരാകേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്നു. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.